മയോണൈസ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ സാധനമാണല്ലേ. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മുട്ടയോ എണ്ണയോ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാൽ സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഈ പാലിൽ നിന്ന് പനീർ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേണം മയോണൈസ് ഉണ്ടാക്കാൻ. മയോണൈസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വസ്തു എന്ന് പറയുന്നത് പനീറാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പാൽ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ലൈം ജ്യൂസ് ഒഴിച്ചിട്ട് നോക്കുക ഇത് മതിയോ, പാൽ ശരിക്കും പിരിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത് മതിയാവില്ല. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നോക്കുക. അതും മതിയാവില്ല. കംപ്ലീറ്റ് പനീർ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം 3 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പനീർ സെപ്പറേറ്റ് ആയി വരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് നേരം കൂടെ തിളപ്പിക്കേണ്ടതുള്ളൂ. ഒരുപാട് നേരം തിളപ്പിച്ചാൽ പനീർ ഹാർഡായി പോവും. അപ്പോൾ 1 മിനിറ്റ് നേരം തിളയ്ക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പനീർ പാലിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാ സെപ്പറേറ്റഡായി. ഇനി നമുക്കിത് ഒരരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലെ വെള്ളം മാക്സിമം കളയാൻ പാകത്തിന് പ്രസ് ചെയ്തെടുക്കുക. ഇനി നന്നായി ആറിക്കഴിയുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു പിഞ്ച് ഷുഗർ, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരിക. ഇപ്പോൾ അതാ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കും. ഇനി കൺസിസ്റ്റൻസി ഓക്കെ ആക്കുന്നത് പാല് കുറേശ്ശെ ആഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കൺസിസ്റ്റൻസി ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. മുട്ടയോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ അത് അരച്ചെടുത്തു. ഇതാണ് നമ്മുടെ മയോണൈസ്. സൂപ്പർ ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള മയോണൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.